വാർത്തയിലേക്ക് വിശദമായി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണമുണ്ടായെന്ന് ഇസ്രയേൽ. എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി ഫോണിൽ സംസാരിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഏതാണ്ട് 2 ആഴ്ചയോളമാകുന്ന വലിയ രീതിയിലുള്ള സംഘർഷം അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കൊക്കെ ഒരു വിരാമം എന്ന് തോന്നിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ ആശ്വാസകരമായിരുന്നു അത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി ഉടലെടുക്കുകയാണ്. ഇറാൻ ആക്രമിച്ചുവെന്നും ഉള്ള ഇസ്രയേലിന്റെ അവകാശവാദം വരുന്നു. ഇറാൻ അതിനോട് പ്രതികരിക്കാത്ത സാഹചര്യം വരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത എത്രമാത്രം? ഇന്ന് രാവിലെയോടെയാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 2 രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതം മൂളിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണം ഉയരുന്നത് ഇറാൻ ഇസ്രായേലിലേക്ക് വീണ്ടും റോക്കറ്റുകൾ അയച്ചു. അത് രണ്ടും തടുത്തുവെങ്കിലും നോർത്തേൺ ഇസ്രായേലിൽ അവർക്ക് സൈറൺ മുഴക്കേണ്ടി വന്നു. ഇതിൽ ശക്തമായ തിരിച്ചടി ഇറാന് നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇതിനു പിന്നാലെ അടിച്ചാൽ നമ്മുടെ ഭാഗത്തേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മിസൈലും ഇസ്രായേലിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഒരു തരത്തിലും വെറുതെ ഇരിക്കില്ല, തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സമയം തന്നെ ഇതോടുകൂടി 2 ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നതോടെ ഈ നിലവിലുണ്ടായിരുന്ന സീസ്ഫയർ വെടിനിർത്തൽ അവിടെ തന്നെ ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വലിയ രീതിയിൽ ഇരു രാജ്യങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഇസ്രായേലിനോടാണ് ട്രംപ് കൂടുതൽ സ്വരം കടുപ്പിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഡു നോട്ട് ഡ്രോപ്പ് ദോസ് ബോംബ്സ്. ട്രംപ് അതായത് തങ്ങളുടെ കയ്യിലുള്ള ബോംബുകൾ, അതായത് ഇറാനിലേക്ക് ആക്രമിക്കാൻ സീസ് ഫയറിന് ശേഷവും ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിരുന്നുവെന്നും അങ്ങനെ അതിനായി കാത്തുവച്ചിരുന്ന ബോംബുകൾ അത് ഉപയോഗിക്കരുത് എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ ഏറ്റവും അവസാനമായി ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് അതിശക്തമായി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ട്രംപ് പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ തന്നെ ട്രംപ് കൊണ്ടുവന്ന ഒരു സീസ് ഫയർ വയലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ ട്രംപ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇസ്രായേലിനോട് രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഇറാനോടും പറയുന്നുണ്ട് ഇനി ഒരു ആക്രമണത്തിലേക്ക് ഇറാനും കടക്കരുത്. ട്രംപ് ഇസ്രായേലിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു ഡു ഇറ്റ് ആസ് എ മേജർ വയലേഷൻ ബ്രിങ് യുവർ പൈലറ്റ്സ് ഹോം നൗ. നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അത് വലിയൊരു വയലേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ സന്നാഹങ്ങൾ, നിങ്ങളുടെ പൈലറ്റിനെയും നിങ്ങളുടെ സൈനിക സാമഗ്രികളെയും എല്ലാം തിരിച്ചു വിളിക്കണം എന്നാണ് ട്രംപ് ഇസ്രായേലിനോട് ട്രൂത്ത് സോഷ്യലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ട്രംപ് ഇടഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉടനെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് കരുതാൻ വയ്യ. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഇസ്രായേൽ ഇറാനെ സീസ്ഫയർ വയലേറ്റ് ചെയ്ത് ആക്രമിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇറാന്റെ ഭാഗത്തും അണിയറ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് മതിയാകും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കാൻ. കാരണം ഇന്നലെ രാത്രി അടക്കമുണ്ടായിട്ടുള്ള വലിയ ആക്രമണം, ഇറാൻ ഖത്തറിലെ US ആർമി ബേസിലേക്ക് നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് ശേഷം വളരെ പൊടുന്നനെയാണ് ഇത്തരത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സീസ് ഫയറിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതും ആ ശ്രമം വിജയിക്കുന്നതും. പക്ഷേ ആ ശ്രമം വിജയിച്ചതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ശരി, എന്തായാലും വെടിനിർത്തൽ എങ്ങനെ പ്രാബല്യത്തിലാകുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ഇസ്രായേലിന് വാണിംഗുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്താവും കാര്യങ്ങളെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനിറങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇസ്രയേലിന്റെ ജനവാസ മേഖലകളിലും യുഎസിന്റെ സൈനിക താവളങ്ങളും ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വെടിനിർത്തലിനായി രംഗത്തിറങ്ങേണ്ടിയും വന്നു. അതേസമയം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് കനത്ത നാശനഷ്ടമാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു. പരുക്കേറ്റവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. നാശനഷ്ടങ്ങൾ വേറെയും. കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വന്നത് ഇറാന് തന്നെ. സൈനിക ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, സൈനിക മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി പേരെയും ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടു. ലോകത്തിലെ തന്നെ പേരുകേട്ട ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ പോലും മറികടന്നായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. ടെല്ലവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നാശം വിതച്ചു. ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രയേലിന് ആകില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഒടുവിൽ നേരിട്ടിറങ്ങി. അപ്രതീക്ഷിത ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇതോടെ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് തെറ്റി. ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചായിരുന്നു ഇറാന്റെ മറുപടി. ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. പിന്നാലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക്. സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിന്റെ നാളുകൾ. ന്യൂസ് ഡെസ്ക്, News 18.